കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിക്കാം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. മാമകബലം സ്തുതിയായവൻ താന്യഗോവ, മാമകബലം സ്തുതിയായവൻ താന്യഗോവ, മാമകബലം സ്തുതിയായവൻ താന്യഗോവ, മാമകബലം സ്തുതിയായവൻ താന്യഗോവ. ആയവൻ എനിക്കുള്ള രക്ഷയും ദൈവവുമാം, ആകയാൽ അവൻ ഒരു വാസസ്ഥലം ചമയ്പേൻ. ആ പിതൃദേവനവൻ, ഞാനവനെ പുകഴ്ത്തി പാടും. പരമനു പരിചോട്ടു ഞാൻ വരുമവനു സതതം ജയം പാടും. പരമനു പരിചോട്ടു ഞാൻ. യുദ്ധമനുഷ്യനവൻ യാഗ അവന്റെ നാമം, യുദ്ധമനുഷ്യനവൻ യാഗവന്റെ നാമം, യുദ്ധമനുഷ്യനവൻ യാഗവന്റെ നാമം, യുദ്ധമനുഷ്യൻ അവൻ യാഗ അവന്റെ നാമം. യുദ്ധമനുഷ്യനവൻ യാഗ അവന്റെ നാമം. സത്വര പരഭൂമിൽ സൈന്യന്റെ തങ്ങളെയും, സത്വര പരഭൂമിൽ സൈന്യന്റെ തങ്ങളെയും, സത്വര പരഭൂമി സൈന്യം രഥങ്ങളെയും അത്തിയിൽ തള്ളിയിട്ടു യുദ്ധ വേദാകണി. ചെങ്കടലവർ താണ്ടു പാടും. പരമനു പരിചോട് ഞാൻ പറ്റുമപ്പനു സതതം ജയം പാടും. പരമനു പരിചോട് ഞാൻ. പ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ, ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ, ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ, ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ. തോൽപ്പാർപ്പിനായി സ്ഥാപിച്ച ശുദ്ധ സ്ഥലത്തു തന്നെ കേൾപ്പുള്ള നിന്ന വകശാൽപരാത്രി തന്നിൽ നിൽപ്പനരുളും പവൻ സലിപാലകനായി വാഴും പാടും. പരമനു പരിചോട് ഞാൻ വരുമപ്പനു സതത ജയ പാടും. പരമനു പരിചോട് ഞാൻ. ഓടും വാജിയോടു കൂടാതെ കടലൂടെ തള്ളി തേജസോടെ പ്രബലോ, കടലൂടെ തള്ളി തേജസോടെ പ്രബലപ്പെട്ടാൽ പാടും. പരമനു പരിചോട് ഞാൻ വരുമവനു സതത ജയം പാടും. പരിചോട് ഞാൻ. നിൻഭുജ വല്ലഭത്വസ്തംഭി തരായവർ നിൻ, നിൻഭുജ വല്ലഭത്വസ്തംഭി തരായവർ നിൻ. നിൻഭുജ വല്ലഭത്വസ്തംഭി തരായവർ നിൻ. സമ്പാദിതാജനം കടന്നു പോകും
വരയ്ക്കൂ സമ്പാദിതാജനം കടന്നു പോകും വരയ്ക്കൂ കമ്പനമില്ലാതുള്ള കല്ലുകൾ പോലെ തന്നെ കമ്പനമില്ലാതുള്ള കല്ലുകൾ പോലെ തന്നെ കുമ്പിനി നാഥനെ നിൻ മുൻപിൽ ഇരിക്കും അവർ പാടും പരമനു പരിചോട് ഞാൻ പറ്റുമപ്പനു സതതം ജയം പാടും പരമനു പരിചോട് ഞാൻ ഓടും വാങ്ങിയ സാധിയോടു കൂടവേ കടലൂടെ തള്ളി തന്റെ ജസോടെ പ്രബലോ കടലൂടെ തള്ളി തന്റെ ജസോടെ പ്രബല പാടും പരമനു പരിചോട് ഞാൻ പാട്ടുമപ്പനു സതതം ജയം പാടും പരമനു പരിചോട് ഞാൻ നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും അതാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ദൈവത്തിന്റെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് പ്രയാസവും ദുഃഖവും വേദനയൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ ഒടുവിൽ അത് അനുഗ്രഹമായിരിക്കും. എന്നാൽ നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ നല്ലതായി സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ തോന്നും, പക്ഷെ ഒടുവിൽ അത് വിനയായിരിക്കും. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നാം അത് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിനായി സമർപ്പിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം, ഈ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മൾ സമർപ്പിച്ചാൽ മനുഷ്യർക്ക് എല്ലാവർക്കും നമ്മളോട് ഇഷ്ടം വരികയല്ല, എല്ലാവർക്കും താല്പര്യം വരികയല്ല. എന്നാൽ മനുഷ്യരുടെ ഇഷ്ടത്തിനാ നമ്മൾ പോകുന്നെങ്കിൽ ദൈവത്തിനും വലിയ തൃപ്തി വരികയല്ല. അതുകൊണ്ട് ദൈവഹിതത്തിനായിട്ട് നമ്മെ സമർപ്പിക്കുക. ഇന്നലെ ഓർപ്പിച്ചല്ലോ, ദൈവത്തിന് ഹിതമില്ലാത്ത പല കാര്യവും നമ്മൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചും ദൈവഹിതമാക്കി എടുക്കും. അതിന് നമ്മളെ പോലെ കഴിവും പ്രാപ്തിയുള്ളവര് വേറെ ഇല്ല. ചെല്ലു പറയത്തില്ലയോ, പിടിച്ചു മേടിച്ചെന്നാ പറയുന്നത്. പിടിച്ചു മേടിക്കരുത്. നാം ഇന്നലെ ചിന്തിച്ചത് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ ആളുകളെ അയച്ചു. ഇത് ദൈവത്തിന്റെ പൂർണ്ണഹിതമല്ല. ദൈവത്തിന്റെ ഹിതം നിങ്ങളെ ചെല്ലുക, കൈവശപ്പെടുത്തുക, ഞാൻ നിങ്ങളുടെ കൂടെ, അധൈര്യപ്പെടരുത്, ഭ്രമിക്കരുത്, നിനക്ക് മുമ്പായിട്ട് ദൂതനെ അയക്കുന്നു. ഇതൊക്കെയായിരുന്നു ദൈവഹിതം. പക്ഷെ ഇവര് കുറെ ആൾക്കാര് ഒന്നിച്ചു കൂടിയേച്ച് പറഞ്ഞു, നമുക്ക് ചെറിയ ആൾക്കാരെ മുൻപ് കൂട്ടി അയക്കണം. ആ വാക്യം ഒന്നുകൂടെ വായിച്ച ഭാഗത്തേക്ക് നമുക്ക് വരാം. 1:19 മുതൽ എന്നാറേ വായിച്ചു. ആവർത്തനം 1:19 മുതലല്ലേ? പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമരുഭൂമിയിൽ കൂടി നാം അമോര്യരുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ച് കാദേശ് ബർന്നയിൽ എത്തി. അടുത്തത്, അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോര്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പൊ നാം മലനാട് വരെ എത്തിയിരിക്കുന്നു. അടുത്ത വാക്യം, നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇവരെ ചൂണ്ടിക്കാണിക്കുക, അതുകൊണ്ട് ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അടുത്തത്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിലും 3:7, 8, 9 സംഖ്യാ പുസ്തകം, ഇവിടെ എല്ലാം ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ആ ദേശം നിനക്ക് നിന്റെ സന്തതിക്കും തരിക, പാലും തേനും ഒഴുകുന്ന ദേശം. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ആ ദേശം നിനക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞു. ഉൽപ്പത്തി 15-ാം അധ്യായത്തിന്റെ 2 മുതൽ വായിച്ചു.
അതിന് അബ്രാം, ആ കർത്താവായ യഹോവേ, ആ നീ എനിക്ക് എന്ത് തരും? കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. ആ എന്റെ അവകാശി ദമ്മശേക്കുകാരനായ അപ്പോൾ അവകാശി ദമ്മേശേക്കുകാരനായ എലയാസർ അത്രേ എന്ന് പറഞ്ഞു. എലയാസർ അത്രേ എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് അബ്രഹാം ലോത്ത് കൂടെ ഒന്നിച്ചിറങ്ങി. ഈ ലോത്തിനെ ദൈവം വിളിച്ചതല്ല, അബ്രഹാമിനെ ദൈവം വിളിച്ചതാ. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിച്ചു. അവിടെ ഒരു വാക്യമുണ്ട്, തേജോമയനായ ദൈവം പ്രത്യക്ഷനായെന്ന. അബ്രഹാമിന്റെ വിളിയെ പറ്റി അങ്ങനെ തേജോമയനായ ദൈവം, ആ വാക്യം ഒന്ന് വായിച്ചേ. തേജോമയനായ ദൈവം, അങ്ങനെ എഴുതിയേക്കുന്നത്. അബ്രഹാമിന് പ്രത്യക്ഷനായെന്ന. ഉൽപ്പത്തി പുസ്തകം ഇന്ന് നാളെയും ആയുസ് മുഴുവൻ വായിച്ചാൽ കാണത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 7:1-2. അപ്പോസ്തല പ്രവൃത്തി 7:1-2. ഇത് ഉള്ളത് തന്നെയോ എന്ന് ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. അടുത്തത്, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ, ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം മതി അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ഈ അബ്രഹാമിന്റെ വിളിയെ പറ്റി പറയുന്നത്, അബ്രഹാമിനെ വിളിച്ചതിനെ പറ്റി ആദ്യം കാണുന്നത് എവിടാ? ഈ അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് എവിടാ? ഉൽപ്പത്തിയിലല്ല, പിന്നെ വെളിപ്പാടിലാണോ? ഉറക്കെ പറ. 12. അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് 11:26 വായിച്ചേ. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം അപ്പോൾ അബ്രാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26. ഒന്നുകൂടെ വായിച്ചു. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. ഇനി 27. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരക് അബ്രാമിനെ, നാഗോറിനെ, ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദരുടെ ഒരു പട്ടണമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമിൻ നാഗോറും ഭാര്യമാരെടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി, നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്കി എന്ന് പേര്. അടുത്ത വാക്യം. ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ അടുത്തത് സാറായി മച്ചിയായിരുന്നു, സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്ത വാക്യം. തേരക് തന്റെ മകനാകുന്ന അബ്രാമിനെയും തന്റെ ഹാരാന്റെ മകൻ തന്റെ പൗത്രൻ ലോത്തിനെയും കൂട്ടിക്കൊണ്ട് അബ്രാമിന്റെ ഭാര്യയായി തന്റെ മരുമകളാകുന്ന സാറായെ കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായി ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര പോകാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാനി വെച്ച് മരിച്ചു. ഇനി 12:1. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടും. ഇതെവിടെ വെച്ചാ പറയുന്നേ? ഹാരാനി വെച്ച്. കാരണം 11-ന്റെ ഒടുവിൽ ഹാരാനി വന്നു. ഹാരാനി വന്നപ്പോൾ 12-ാം അധ്യായത്തിനൊന്നിൽ ദൈവം അബ്രാമിനോട് ഇടപെടുക. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 11-12 അധ്യായം പഠിച്ചാൽ ഹാരാനി വെച്ച് ആ ദൈവം ഇടപെടുന്നത് ദേശം, ചാർച്ച, പിതൃഭവനം വിടണം. പക്ഷേ വേദപുസ്തകം പഠിക്കുമ്പോൾ ഹാരാനി വരുന്നതിന് മുമ്പേ ഇടപെട്ടു. അതാണ് സ്തേഫാനോസ് പ്രസംഗത്തിൽ തെളിയിച്ചത് 7-ാം അധ്യായത്തിൽ. ഉൽപ്പത്തി 11-12 പഠിക്കുമ്പോൾ ഹാരാനി വെച്ച് ഇടപെട്ടെന്നാ കാണുന്നത്. പക്ഷെ ഹാരാനി വരുന്നതിന് മുമ്പേ ദൈവം സംസാരിച്ചു. അതാണ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് തെളിയിച്ചിരിക്കുന്നത്. ഇനി 7-ന്റെ 1 മുതൽ വായിക്കും. ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം. അപ്പോൾ മെസൊപ്പൊട്ടാമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോൾ അബ്രഹാമിന് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവപ്രത്യക്ഷത കണ്ടു. അപ്പൊ അബ്രഹാമിനെ ദൈവം വിളിച്ചു. ലോത്തിനെ ദൈവം വിളിച്ചതൊന്നുമല്ല, ലോത്തിനെ അബ്രഹാം വിളിച്ചതാ. അങ്ങനെ പോകുന്നു. ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ദൈവം വിളിക്കും, അവരടുത്ത ആളിനെ
വിളിക്കും. അവര് പിന്നെ മറ്റുള്ളവരെ വിളിക്കും. നമ്മൾ ചോദിച്ചാൽ അച്ചായൻ എങ്ങനെ അതിനകത്ത് വന്നു? അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്നാലും എന്റെ പാസ്റ്റർ അവൾ ആദ്യം പറഞ്ഞത് വന്ന് അന്ന് മുതൽ അങ്ങ് വിളിയാ വാച്ച ഒരു ഉപദേശം വന്ന് എപ്പോ കണ്ടാലും പുള്ളിയും വിളിക്കും. പിന്നെ ഞാനും അങ്ങ് തീരുമാനിച്ചു, പ്രായവുമായി പിള്ളേരും അടുത്തില്ല, പോകുമ്പോ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോകുന്നല്ലോ നല്ല. പുള്ളിയും വന്നതിനകത്ത് ഊത്തിയിരിക്കുക, ദൈവം വിളിച്ചോന്നുമല്ല. അതാ ഇരിപ്പും നോട്ടം കാണുമ്പോ അറിയാം ദൈവം വിളിച്ചത് ആരാ, വിളിക്കാത്തത് ആരാണ്. അബ്രഹാമിനെ ദൈവം നേരിട്ട് വിളിച്ചതാ. അബ്രഹാം ലോത്തിനെ വിളിച്ചു. അതിനെപ്പറ്റി ഒരു ചരിത്രം. അബ്രഹാം വിളി കേട്ടിറങ്ങുമ്പോ ലോത്ത് വീട്ടിലുണ്ട്. അപ്പൊ അബ്രഹാം വിളി കേട്ട് ദൈവം വിളിച്ച്, തേജോമയനായ ദൈവം വിളിച്ചു. വിളി കേട്ട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോ ലോത്ത് നിൽപ്പുണ്ട്. അനാഥക്കൊച്ചന് അപ്പനില്ല. നമ്മുടെ കേരളത്തിലെ പഴയ രീതി വെച്ച് ഞാൻ പറയാം, നഖമൊക്കെ കടിച്ച് പനിയൊക്കെ പഴയ രീതിയാണ് ലോത്ത്. അപ്പൊ ഈ സഹോദരൻ മരിച്ചു, അപ്പന്റെ സഹോദരനല്ലേ. അപ്പൊ ഈ നിപ്പും നോട്ടമൊക്കെ കണ്ടത് അബ്രഹാം ചോദിച്ചു, വരുന്നോടാന്ന് ചോദിച്ചു. ഞാനും വരികയാണ്. അങ്ങനെ ഇവൻ കൂടെ വന്നത്. ഞാൻ തെളിയിക്കാം എഴുന്നേറ്റ് പോകാതിരുന്നാണ്, അല്ലാതെ ദൈവം വിളിച്ചു വന്നതല്ല. ലോത്തും കൂടെ ഇറങ്ങി. പക്ഷേ കൂടെ ഇറങ്ങിയെങ്കിലും ലോത്തിന് നന്മ കിട്ടി. 13:1 വായിച്ചേ. 13:1. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനുള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. അടുത്തത് കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായി. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗം എല്ലാം വായിപ്പിക്കുന്നില്ല, നേരമില്ലാത്തത് കൊണ്ടാ. ലോത്തിനും സമ്പത്ത് കിട്ടി. കാരണം ഇങ്ങനെ വായിക്കുന്നത്, അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ ഷണ്ട ഉണ്ടായിരുന്നു. നമ്മളോർക്ക് ഈ ചില ആൾക്കാർ പറയാനുണ്ട് പിതാക്കന്മാരുടെ കാലത്ത് തന്നെ അപ്പുറത്തെ വഴക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടെ മര്യാദ ഉണ്ടെന്നാ. സാമച്ചാൻ സത്യമേ പറയാവൂ. അച്ചായൻ സത്യമേ പറയുള്ളൂ. വാഴ വെട്ടി ചരിത്രവും ഹോള് പൂട്ടി ചരിത്രം അത്ര ഇപ്പൊ ഇന്നും സ്തോത്രം. ചില ആൾക്കാർ പറഞ്ഞു പിതാക്കന്മാരുടെ കാലത്ത് ഇതിനപ്പുറത്തായിരുന്നു. എല്ലാ കാലത്തും ഇതുണ്ട്. എല്ലാ കാലത്തും ജീവിക്കുന്ന ദൈവമക്കളും ഉണ്ട്. എല്ലാ കാലത്തും ഭക്തന്മാരുണ്ട്, എല്ലാ കാലത്തും അഭക്തന്മാരുമുണ്ട്. എല്ലാ കാലത്തും ദൈവത്തോട് കൂടെ നടക്കുന്നവരുമുണ്ട്, എല്ലാ കാലത്തും ദൈവ വഴി വിട്ടു നടക്കുന്നവരുമുണ്ട്. പിന്നെ രീതിക്ക് വ്യത്യാസം വന്നേ. പണ്ട് നടന്നു പോയി വഴക്കുണ്ടാക്കുന്നു, ഇപ്പൊ കാറേ പോയി. പണ്ട് മലയാളത്തിൽ തെറി വിളിക്കുന്നു, ഇപ്പൊ ഇംഗ്ലീഷിൽ. ദൃഷ്ടാന്തമായിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് അറിവുള്ള കാര്യം, ഒരു കാര്യം വചനത്തിൽ നാമം വലിയ പ്രശ്നം ഉണ്ടാകുന്നതാ. 4:19 വായിച്ച ഉൽപ്പത്തി. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. മതി, എന്തിനാ ഒത്തിരി. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ആ കാലത്ത് തന്നെ ജീവിച്ച ആളാ ഹാനോക്ക്. ദൈവത്തോട് കൂടെ നടന്നു. ഒരിക്കൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തെന്ന് പറഞ്ഞപ്പോ ഒരു പയ്യൻ ചോദിച്ചു, അവൻ എന്നോട് ചോദിച്ചു. കൊച്ചാന്നിൽ അവനത് പെട്ടെന്ന് മനസ്സിലായി എന്നോട്. ഞാൻ പിന്നെ അവന് തെറ്റിദ്ധാരണ ഉണ്ടായപ്പോ പറഞ്ഞ എടുത്തെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ 2 എടുത്തെന്നല്ല, 2 സ്ത്രീകളെ വിവാഹം കഴിച്ചോണം. അല്ല, അവനത് ക്ലിയർ ആക്കി കൊടുക്കണ്ടേ. അവന് നാളെ 2 എണ്ണത്തിന് എടുത്തോണ്ട് നടന്ന അതിനത് പറഞ്ഞപ്പോ കാലേലിയ പറഞ്ഞ എത്രോ നേരം ഉണ്ടാകുന്നിട്ട്. അപ്പൊ ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ശ്രദ്ധിക്കുക, ഒരുവൻ വഴിവിട്ട് വ്യവസ്ഥ തെറ്റി പ്രമാണം വിട്ട്
രണ്ടെണ്ണത്തിനെ ഇടത്തും വലത്തും നിർത്തി പോകുമ്പോൾ കാലുകളിൽ തന്നെ ഒരുത്തൻ ദൈവത്തോട് കൂടെ നടക്കുക. നമ്മൾ നോക്കുമ്പോൾ, നമ്മളെ കാണുമ്പോഴൊക്കെ പലരും വഴിവിട്ട് പ്രമാണം വിട്ട് വ്യവസ്ഥ തെറ്റി നടക്കുമ്പോൾ ദൈവമൈതലേ, അത് കണ്ട് നീ പോകരുത്. നീ ദൈവത്തോട് ചേർന്നിരിക്കണം, നീ ദൈവത്തോട് കൂടെ നിൽക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത് ദൈവപ്രമാണമാണ്. ആദയും സില്ലയും, രണ്ട് സ്ത്രീകള്. ആദയും, ഇവർക്ക് 4 പിള്ളേരുണ്ടായി. അടുത്ത വാക്യം വായിച്ചേ ദൈവദാസി. ആദാം യാബേലിനെ ആദാമല്ല, ആദാ യാബേലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി. അവന്റെ ബ്രദറ് യൂബാല്, അവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്നവർക്കല്ല പിതാവായി. പിന്നെ സില്ല തൂവൽ കയ്യിനെ പ്രസവിച്ചു. അടുത്തത് അവൻ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. മതി, ഉണ്ട് നയമാ. നിങ്ങൾ ഈ കാലം നോക്കണം. അവൻ കൂടാരവാസികൾക്കും അവൻ എന്തുവാ, ടെന്റ് മേക്കറാ. ടെന്റ് അങ്ങനല്ലേ, ടെന്റ് അടിച്ച് ഭയങ്കര ആളാ. ഉത്തരിക്കണ്ട മൈതാക്കെ ടെന്റ് അടിച്ചാ യോഗം നടത്തുന്നത്. ഭയങ്കര ആളാ കൂടാരവാസികൾക്ക്. നമുക്കാന്നെ ഒരു ചെറിയ ഹോളും കുറച്ച് പേരേ ഉള്ളു. 60 അടി നീളവും 40 അടി വീതിയിൽ ഹോള് ഇരിക്കുന്ന കണ്ട. അപ്പൊ ഇവനെ ടെന്റ് മേക്കർ, ഭയങ്കര ആളാ, കഴിവാ. അവന്റെ ബ്രദറാണ് യൂബാല്. അവൻ കിന്നരവും കല സംസ്കാരം അതിനൊക്കെ തലതൊട്ടപ്പന്മാരാ, ഭയങ്കര മിടുക്കര, കലയും സംസ്കാരവും. മറ്റൊരു വലിയ ബിസിനസ്. അവന്റെ കസിന തൂവൽ കയ്യിന് എന്ന് പറഞ്ഞാൽ ആയുധം, ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ട്. അപ്പൊ എല്ലാ നിലയിലും ഈ ലാവക്കിന്റെ പിള്ളേരും മിടുക്കന്മാരാ. സ്തോത്രം, സ്തോത്രം. അന്നേരം കല, സംസ്കാരം, ആയുധം, ബിസിനസ്, എല്ലാ മേഖലയിലും പ്രാവീണ്യം തെളിച്ചു നിൽക്കുക ലാമക്കിന്റെ പിള്ളേര്. അന്നേരം ഹാനോക്ക് എന്നെ എടുക്കുക. കളിയാക്കത്തില്ലേ ആൾക്കാര്? ഇല്ലേ? ഇയാൾ ഇങ്ങനെ കൊട്ടിയും പാടി. നാട്ടുകാർ നോക്കുമ്പോൾ പുള്ളി ഒറ്റയ്ക്കാണ് നടക്കുന്നത്, പക്ഷെ പുള്ളി ദൈവത്തോട് കൂടാ. നാട്ടുകാർ നോക്കുമ്പോൾ പറയാം, വട്ടനാടാ ഏതാണ്ടല്ല ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. നാട്ടുകാർ പറയാം നിനക്ക് വട്ടാന്ന്. കാരണം അങ്ങനെ സൈഡ് നോക്കുമ്പോൾ കല, സംസ്കാരം, ബിസിനസ് ടോപ്പ് ലെവലിൽ നിൽക്കുക പിള്ളേര്. അന്നേരം ഇപ്പുറത്തിലൊരു കണ്ണോടിച്ചപ്പോ താണ്ടെ കൊട്ടിയും പാടിയും സ്തോത്രം പറഞ്ഞു. ദൈവഹിതമാണ് നമ്മുടെ വിഷയം. ദൈവത്തിന് മഹത്വം. ഹാനോക്ക് എന്നാ എടുക്കുകയായിരുന്നു? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നാ എടുക്കുകയായിരുന്നു? യൂദ 14 എടുത്തേ. യൂദ 14. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും പത്തുകെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും പത്തുകെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. ഹാനോക്ക് എന്നാണെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ചോദിക്കേ, കർത്താവിന്റെ വരവ് കണ്ടു. ആത്മീക ശുശ്രൂഷ, പ്രവചന ശുശ്രൂഷ ചെയ്യുക. പ്രവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രവാചകന്മാരല്ല. വണ്ടി നമ്പരും പേരും അഡ്രസ്സും എല്ലാം തങ്ക റീന, ആ പ്രവചനമൊന്നുമല്ല ഇന്നത്തെ.
ഇത് കാണുമ്പോ ഈ സഹോദരിമാര് പാവത്തങ്ങൾ ഇതുകൊണ്ട് അവന് വിട്ടുപാതം എങ്ങാണ്ട. അതൊരു പ്രവചനമല്ല. ഈ പ്രവചനം ജനത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന പ്രവചനം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന പ്രവചനം. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ലോകത്തിന്റെ മാലിന്യങ്ങളെയെല്ലാം മാറ്റത്തക്ക വിധത്തിലുള്ള ശുശ്രൂഷ, വചന ശുശ്രൂഷ, അതാ പ്രവചനം. ഹാനോക്ക് ജനത്തെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുക. അന്നേരം അപ്പുറം ഉണ്ടായിസോ കല പറയത്തില്ലേ പാസ്റ്ററെ, അവളെ ഡാൻസിന് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അവള് നന്നായിട്ട് കുച്ചിപ്പുടി. പാസ്റ്റപ്പച്ചനെ എന്നെ കാണിച്ചേടി. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഞാൻ പറഞ്ഞു, വേണ്ട പാസ്റ്റപ്പച്ചന് കുച്ചിപ്പുടി ഒന്നും നീ ഉച്ചിലങ്ങ് പിടിച്ചാൽ മതി. പാസ്റ്റപ്പച്ചനെ കുച്ചിപ്പുടി പെന്തിക്കോസുകാരാ. ഡാൻസിന് വിടുന്നു, കണ്ണുമൊക്കെ എഴുതി പൊട്ടും തൊട്ടും പിരിയോ പഠിച്ച് മറുകുമൊക്കെ ഇട്ട് കാലിലും കയ്യിലും അടിക്കുന്നുണ്ട്. എന്തുവാ അതുമൊക്കെ അടിച്ച് ഇങ്ങനെ ഉണ്ണിയാർച്ച കെട്ടുമൊക്കെ കെട്ടി പെന്തിക്കോസുകാര്. മറ്റവര് പോട്ടെ. സ്തോത്രം. മോൻ അവൻ ചൂടായ 10 ഒത്ത വെട്ടിന് അതെന്തിനാ സഭയ്ക്കകത്ത് വന്ന് മിസ്റ്റർ ദോഹ എന്തിനാ സഭയ്ക്കകത്ത് മിസ്റ്റർ ദോഹ? സ്തോത്രം. ലാമക്കിന്റെ പിള്ളേര് കല, സംസ്കാരം, ബിസിനസ്, ആ മേഖലകളിലൊക്കെ ഭയങ്കര ഉന്നതന്മാരാ. അന്നാലും വേണ്ട ഒരുത്തം കൊട്ടിയും പാടിയും പ്രവചിച്ചു. ദൈവത്തിന്റെ മഹത്വം. ഞാൻ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് നിങ്ങൾ വചനം നന്നായി ആസ്വദിക്കുന്നതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ടിലോട്ടൊക്കെ ഒന്ന് പോയത്. സ്തോത്രം. എനിക്കും അത് ഇഷ്ടമാണ്. ഒരു കാര്യം ഇവിടെ വചനത്തിൽ നിന്ന് പറയാം. ഇങ്ങനെ പ്രശ്നങ്ങൾ കലുഷിതമായി ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുക. അന്നേരം ലാമക്ക് അങ്ങനെ ഇരുന്നപ്പം ഈ ഭാര്യമാരെ രണ്ടിനോടും ഈ വീരസ്യം പറഞ്ഞു. ലാമക്ക് ഭാര്യമാരോട് എന്തുവാ പറഞ്ഞ? വായിച്ചേ. ലാമക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവീൻ. ഈ രണ്ട് പെണ്ണുങ്ങളോട് പുള്ളി വേറെ ആരും കേൾക്കാനില്ല. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും, എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും, പരിക്കിന് പകരം ഒരു യുവാവിനെ കൊല്ലും. എന്റെ പരിക്കിന് പകരം ഞാനൊരു യുവാവിനെ കൊല്ലും. ഈ ലാമേക്ക് കൊല്ലുവെന്ന് പറഞ്ഞ ആള് ഹാനോക്കിനെ തെളിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളു. ഹാനോക്കിനെ കൊല്ലുവെന്ന ലാമക്ക് ഭാര്യമാരോട് വീരസ്യം പറഞ്ഞു. ഇവനെ ഞാൻ കൊല്ലും. അതിനാ കൊല്ലാനുള്ള കാര്യം മറ്റൊന്നുമില്ല, ഇവനെ കർക്കശമായിട്ട് ഉപദേശമെല്ലാം പറഞ്ഞ് പ്രവചനം നടത്തുക. അപ്പൊ ലാമക്ക് 2 ഭാര്യമാരെയും കൊണ്ട് നടക്കുകയും പിള്ളേരി ഗുണ്ടായിസും ബിസിനസ്സും പഴിവിട്ട ജീവിതവും ബിസിനസ്സും കലയും സംസ്കാരവും ഇതിനെതിരെ ഹാനോക്ക് നന്നായിട്ട് പ്രവചിച്ചു. ശക്തമായിട്ട് ദൂത് പറഞ്ഞു. ഇത് ശരിയല്ല, ഇത് സഭയ്ക്കകത്ത് പാടില്ല, ഇത് പെന്തിക്കോസുകാർക്ക് പാടില്ല, ഇത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പറ്റത്തില്ലെന്നൊക്കെ ഹാനോക്ക് നന്നായിട്ട് പ്രവചിച്ചു. അപ്പൊ പിള്ളേർക്ക് കൊണ്ടു, പിള്ളേരുടെ ഭാര്യമാർക്ക് കൊണ്ടു, കൊച്ചുമക്കൾക്ക് കൊണ്ടു. അവര് വന്ന് ലാമക്കിനോട് പറഞ്ഞു, അപ്പച്ച പുള്ളിയെ നിരക്ക് നിർത്തണില്ലേ, ഞങ്ങൾ ഇനി സഭയിലോട്ട് വരത്തില്ല എന്നൊക്കെ പിള്ളേര് ചെന്ന് കുരുക്കൊപ്പിച്ചു. അപ്പൊ ലാമക്കിന് ഭയങ്കര വൈരാഗ്യം. അപ്പൊ ലാമക്ക് ഭാര്യമാരോട് പറഞ്ഞു, ഇങ്ങനെ പ്രവചിച്ച ഇവനെ ഞാൻ കൊല്ലും. കാരണം യൂദാ പറഞ്ഞിരിക്കുന്നത്, ഹാനോക്കിനെ പറ്റി പറയുക, ആദാം മുതൽ 7ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ലാമക്കിനെയും മക്കളെയും ഒക്കെ കുറിച്ചാണ്. ആദാം മുതൽ 7ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഏതാ 2 ഭാര്യയും കൊണ്ട് നടക്കുന്ന ലാമേക്കും, മൂത്തവൻ യാവാലും ഇളയവൻ യൂവാലും, അവന്റെ ബസ്കസിന് തൂവൽ കയ്യനും ഗുണ്ടായുസവും ചെമ്പ്, ഇരുമ്പ്, വീണ, കല, സംസ്കാരം ഒക്കെ ആയിട്ട് നടക്കുന്ന ഇവരെ കുറിച്ച്. ആദാം മുതൽ 7ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച്. അടുത്തത് എല്ലാവരെയും ഇവനെ എല്ലാം ദൈവം വിധിക്കും. അതാ പ്രവചനം.
ഇവനെ ദൈവം വിധിക്കും, ദൈവം സന്ദർശിക്കും. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും പിന്നെ അവർ അഭക്തിയോടെ അവര് ഭക്തിയില്ലാതായി കാട്ടിക്കൂട്ടിയത് മുഴുവൻ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തം സകല പ്രവർത്തികൾ നിമിത്തം ഭക്തികെട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം. അപ്പൊ ഇതെല്ലാം ഒരേ വാക്കിലെ എഴുതിയിട്ടുള്ളെങ്കിൽ നല്ല കർക്കശമായിട്ടാ ഹാനോക്ക് പ്രവചിച്ചത്. തീർത്ത് കാര്യം പറഞ്ഞു. തീർത്ത് കാര്യം പറഞ്ഞപ്പോ ലാമക്കിന് കൊണ്ടു, അവന് കൊണ്ടു. അങ്ങനാന്നല്ലോ, കൊള്ളുകയല്ലേ? കൊണ്ടപ്പോ ലാമക്ക് ഭാര്യമാരോട് പറഞ്ഞു, എനിക്കും എന്റെ കുടുംബത്തിനും മുറിവ് വരുത്തി ഒരുത്തനുണ്ട്, അവനെ ഞാൻ കൊല്ലും. തെളിച്ചു പറഞ്ഞില്ലെങ്കിലും ഹാനോക്കിനെ കൊല്ലും. ഹാനോക്ക് ഇത് അറിയുന്നുമില്ല. ഇവൻ കൊല്ലുമെന്നുള്ളതിന് സാഹചര്യമുണ്ട്. പിള്ളേരുടെ ഗുണ്ടായുസമുണ്ട്, ചെമ്പ് ഇരുമ്പ് ആയുധം, ഇടുകട്ട, നെഞ്ചൊക്കെ, വടിവാള്, നാടൻ ബോംബ്, തോക്ക് കൊച്ചുകടയിലുണ്ട്. കൊല്ലാൻ എളുപ്പമല്ലേ? നാട്ടിലാന്ന് ഒരുത്തൻ ചുറ്റിയാട്ടെന്ന് ഓരേ അടി തള്ള. എങ്ങനെ ഉറങ്ങി കിടക്കും? അങ്ങനത്തെ പിള്ളേരാ. അപ്പൊ പിള്ളേർ ഈ ഗുണ്ടായുസത്തിന് മിടുക്കരാ. ഇവനെ ഞാൻ കൊല്ലും. ഹാനോക്ക് ഇത് അറിഞ്ഞില്ല, സ്വർഗം അറിഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പറഞ്ഞു, ഹാനോക്കെ മോനെ, നീ ഇപ്പൊ എത്ര, നമ്മൾ രണ്ടുകൂടെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 300. ഒരു കാര്യം ചെയ്യും, ഇനി നടക്കണ്ട. അയ്യോ അയന്ന, നിന്നെ ഞാനങ്ങ് എടുക്കുക. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ ഇതിനകത്ത് ദൈവ കുഞ്ഞുങ്ങളോടൊരു ദൂത് പറയാം. നിങ്ങൾക്കറിയാൻ മനസ്സിലായി. നിനക്കെതിരെ ആയുധമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഗുണ്ടകളെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കുകയല്ല, ദൈവം നിന്നെ കൊടുക്കത്തില്ല. നീ ദൈവത്തോട് കൂടെ നടന്നാ മതി, ദൈവത്തോട് ചേർന്ന് നിന്നാ മതി. ദൈവസന്നിധി കൊണ്ട് പറ്റി നിന്നാൽ ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അനർത്ഥ ദിവസത്തെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും, പാറമേൽ നിന്നെ ഉയർത്തും. വൈരികളുടെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടു കൊടുക്കത്തില്ല. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ശത്രുവിന്റെ ആശകളെ തകർക്കുന്ന ദൈവം, ദൂതന്റെ ആലോചനകളെ പൊളിക്കുന്ന ദൈവം, ലാഭത്തിന്റെ ശക്തികളെ കെടുത്തു കളയുന്ന ദൈവം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാൽ നിന്നെ ഭയപ്പെടാതെ ഉറച്ചു നിൽക്ക്. ദൈവം നിന്നെ വിടുവിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ലാമക്കും പിള്ളേരും എല്ലാം കൂടെ ചെമ്പു ഇരുമ്പോൾ ആയുധമെല്ലാം ഒരുക്കി വെച്ചിരിക്കുക ഹാനോക്കിനെ തട്ടാൻ. സ്വർഗം ഹാനോക്കിനെ അങ്ങ് എടുക്കും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ദുഷ്ടൻ പല്ല് കടിച്ച് നീതിമാന് വേണ്ടി ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇത് പറയാനല്ല ഞാൻ പറഞ്ഞത്, എല്ലാ കാലത്തും ഭക്തന്മാരും ഉണ്ട്, എല്ലാ കാലത്തും വഴിവിട്ട് നടക്കുന്നവരും ഉണ്ട്. എല്ലാ കാലത്തും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ ഏത് കാലത്തും ഒരു ശേഷിപ്പ് ദൈവത്തിനുണ്ട്. ആ ശേഷിപ്പ് നമ്മളായിരിക്കണം. ആ ശേഷിപ്പായിരിക്കണം ഇതിനകത്തിരിക്കുന്നവർ, ഈ ദേശത്തുള്ള ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾ. എപ്പോഴും ഒരു ശേഷിപ്പുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. സമയം പോകുന്നില്ല, അതുകൊണ്ട് വേഗത്തിലെ ദൈവത്തിന് മഹത്വം. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഈ ലോത്ത് കൂടെ വന്നു, നന്മയൊക്കെ കിട്ടി. അവിടെ ഒരു വാക്യമുണ്ട്, സമ്പത്ത് വളരെ ആയിരുന്നത് കൊണ്ട് ഒന്നിച്ചു പാർക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ ഒരു വാക്യമുണ്ട്, വായിച്ച 13 4 5 പുള്ളിക്ക് ഉണ്ടായിരുന്നു. അടുത്തത് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പരുവത്തിനാ പോകുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇത് കണ്ടമാനമായി കഴിയുമ്പോ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നാട്ടിലെ രീതി വെച്ച് ഞാൻ പറയാം, പണ്ടൊക്കെ
കൂട്ടുകുടുംബമാ, ഒറ്റ വീടേ ഉള്ളൂ. അപ്പനും മക്കളും വല്യപ്പനും വല്യമ്മയും എല്ലാം ഇഷ്ടം പോലെ ആൾക്കാരാ. പക്ഷെ ഭയങ്കര സന്തോഷമാണ്. അന്ന് അധികം സമ്പത്തൊന്നുമില്ല, ചുറ്റുപാട് അധികമില്ല. പക്ഷെ ഇപ്പൊ എല്ലാം ഇഷ്ടം പോലെ സമ്പത്തായതുകൊണ്ട് സമ്പത്ത് കൂടുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചു മാർക്കാൻ പറ്റുന്നില്ല. ഒന്നിച്ചു മാർക്കാൻ മേല. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, വിഷയങ്ങളാണ്. അപ്പൊ സമ്പത്ത് വളരെയാണ്, ഒന്നിച്ചു മാർക്കാൻ ഒക്കുന്നില്ല. ഇടയന്മാര് തമ്മിൽ ശണ്ട, വഴക്ക്. അപ്പൊ അബ്രഹാം, ഈ ആത്മീകന്റെ ലക്ഷണം അതാ. ശണ്ട രൂക്ഷമായപ്പോൾ അബ്രഹാം ലോത്തിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ വഴക്കിനില്ലെന്ന് പറഞ്ഞു. ഇല്ല, ദേശമെല്ലാം ഇഷ്ടം പോലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു വേണം, ഞാൻ വഴക്കിനില്ല. അതിന് കാരണം പറയാം, ചെന്നിടത്തെല്ലാം യാഗപീഠം പണിയുന്നുണ്ട്. അപ്പൊ യാഗപീഠം ഇരിക്കുന്നിടത്തോളം കാലം വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. യാഗപീഠം ആരാധനയെ കാണിക്കുന്നതാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വഴക്കുണ്ടാക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് പറയാൻ പറഞ്ഞു, ഞാൻ വഴക്കുന്നില്ല, ഞാൻ പ്രശ്നത്തിനില്ല, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു. അവിടെ വായിക്കുന്ന അപ്പോൾ ലോത്ത് നോക്കി, അങ്ങനെ വായിച്ചേ. അപ്പോൾ ലോത്ത് നോക്കി. അതാ വല്യമ്മയുടെ കണ്ണ. ഏത് വല്യമ്മയുടെ കണ്ണാന്ന് നോക്കി. 3:6 ഉൽപ്പത്തി. ആ വൃക്ഷഫലം തിന്നാനെന്നാന്നോ? വായിച്ചു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. ഈ കണ്ണ് തന്നെ കൊച്ചുമോന് കിട്ടിയത്. ലോത്ത് നോക്കി. ഈ കണ്ണ ചില പറയത്തില്ല, ഈ ആ വല്യമ്മച്ചിയുടെ കണ്ണ് തന്നെ അവർക്ക്. ഇത് തന്നെ ആ വല്യപ്പന്റെ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു. ഭർത്താവിനും, ഞാൻ എപ്പോഴും പറയും, കഴിച്ചേച്ചാന്തലും കൊടുത്തില്ല, അത് വലിയ കാര്യമാണ്, മേടിച്ച് കഴിച്ചോണം. അന്നേരം അവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്, വളം ഉണ്ടാക്കി അതും കിട്ടുകയില്ല. അങ്ങനെ വേണം, ജീവിതത്തിൽ പ്രശ്നമില്ലാതെ പോകണം. അപ്പോൾ ഈ കണ്ണ് കൊച്ചുമോന് കിട്ടി. അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. ഈ കണ്ണ കണ്ടു. അടുത്തത്, യഹോവ സോദോമിനെയും ഗൊമോരയെയും നശിപ്പിക്കുന്നതിന് മുമ്പ് അതോ യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം നല്ല ഫലപുഷ്ടമായ സ്ഥലമാണ്. ഇത് ലോത്ത് തെരഞ്ഞെടുത്തു. ഈ വിഷയത്തിൽ അബ്രഹാമിന് മനപ്പീട് വന്നു. അബ്രഹാം ചിന്തിച്ച് കാണും, ഇവനോടെടാ ഇഷ്ടമുള്ളത് എടുത്തു എന്ന് പറയുമ്പോ ഇവൻ വേണേ പറയും, ഉപ്പാപ്പ ഞാനായിട്ടൊന്നും വിടക്കുന്നില്ല, അപ്പനില്ലാതെ അനാഥത്വം പേറി ഞാൻ ആ വീട്ടിൽ നിന്ന്, ഉപ്പാപ്പൻ എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ കൂടെ വന്നത്, ഉപ്പാപ്പന്റെ കൂടെ വന്നത് കൊണ്ടാണ് എനിക്കും 10 പുത്തനൊക്കെ കിട്ടിയത്, അതുകൊണ്ട് ഞാനായിട്ടൊന്നും വിടക്കുന്നില്ല, ഉപ്പാപ്പൻ മനസ്സോടെ എന്തേലും തരികാന്ന് മതി എന്ന് പറയുമെന്ന് ഞാൻ ചിന്തിച്ചു. ഇവൻ വലിയ വിളഞ്ഞ വിത്തായിരുന്നു. ഇവനുടനെ നോക്കിയപ്പോൾ യോർദാനരികെയുള്ള സ്ഥലമല്ല നീരോട്ടമുള്ളതെന്ന് കണ്ടു. അത് ഇവൻ തെരഞ്ഞെടുത്തു. ഈ വിഷയത്തിൽ അബ്രഹാമിന് മനപ്പീട വന്നു. അബ്രഹാം വളരെ ഭാരത്തോടെ, എന്നാലും എന്റെ ദൈവമേ, ഇവൻ എന്നോട് ഇത് ചെയ്തല്ലോ എന്നോർത്ത് മനപ്രയാസത്തോടെ തലയും താഴ്ത്തിയിരുന്നപ്പം തമ്പുരാൻ പറഞ്ഞു, അവറാച്ച തലപൊക്ക്. വായിച്ചേ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കണം. ഈ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഇതാണ് പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്ത വാഗ്ദത്തദേശം. ഈ കാര്യമാണ് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ എടുത്ത് ഉത്തരിച്ച. ഇത് പറയാനാണ് ഇത്രയും ഭാഗത്തേക്ക് പോയത്. അപ്പോൾ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ൽ ഈ വിഷയം എടുത്ത് പറയുക. ഇനി വായിച്ച 19 മുതൽ. അങ്ങനെ നിങ്ങൾ ചെല്ലേണ്ടുന്ന, പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമരുഭൂമിയിൽ കൂടി നാം അമോര്യരുടെ മലനാട്ടിലേക്ക് വഴിയായി സഞ്ചരിച്ച് കാദേശ് ബർന്നയിലെത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട്, നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോര്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്നവ കൈവശമാക്കി. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം അരുളി ചെയ്തതുപോലെ ഈ ദേശം നമുക്ക് തന്നിരിക്കാൻ, ചെന്ന് കൈവശമാക്കണം. പോകാൻ പറഞ്ഞു.
ഇത് ദൈവാലോചന പേടിക്കരുത്, ഭ്രമിക്കരുത്. പക്ഷെ അവര് കമ്മിറ്റിക്കാർ കൂടി വെച്ച് പറഞ്ഞ് നമ്മൾ കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടണം, അവര് എന്ന് ദേശമെല്ലാം കാണട്ടെ. അങ്ങനെ പോയി പ്രശ്നമായി. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവര് വന്ന് ഭയത്തിന്റെ വാക്കുകളാ പറഞ്ഞ്. ഒരുത്തൻ വന്ന് പറഞ്ഞു തെക്കേ ദേശത്ത് അമാല്യക്കനുണ്ടെന്ന്. അപ്പൊ ഒരുത്തൻ വന്ന് പറഞ്ഞു ഞങ്ങൾ തൽമായിയെ കണ്ടു. വേറൊരുത്തൻ വന്ന് പറഞ്ഞു ശേഷായിയെ കണ്ടു. ഒരുത്തൻ വന്ന് പറഞ്ഞു വെട്ടുക്കിളിയെ പോലെ തോന്നി. വേറൊരുത്തൻ പറഞ്ഞു ദേശമൊക്കെ പാലും തേനും ഒഴുകുന്ന കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഒരുത്തൻ പറഞ്ഞു സ്തോത്രം, ഞങ്ങളുടെ വീട്ടിൽ അടുത്ത ആഴ്ച ഉപവാസ പ്രാർത്ഥന വേണം, കാരണം ഇത് കണ്ടേ പിന്നെ എനിക്ക് വെപ്രാളമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ അസ്വസ്ഥത ഉണ്ടാക്കിയതിന്റെ വെളിച്ചത്തിൽ 14-1 വായിച്ചേ. 14-1. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. പ്രാർത്ഥിക്കായിരുന്നേ ഗുണം വന്നേനം, ചുമ്മാ ഇരുന്ന് നിലവിളിക്കുക. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ജനം ആ രാത്രി മുഴുവൻ മുടിരാത്രി പ്രാർത്ഥനയായിരുന്നേ രക്ഷപ്പെട്ടേനം. ചുമ്മാ ഇരുന്ന് മോങ്ങുക. പ്രാർത്ഥിക്കായിരുന്നെങ്കിൽ ഗുണം. ആ രാത്രി മുഴുവൻ കരഞ്ഞു. അടുത്തത് ഇസ്രായേൽ മക്കൾ എല്ലാവരും ആ കരഞ്ഞ ചുമ്മാര് കണ്ണു തൊടി തുടച്ചേച്ച്. അടുത്തത് മോശയ്ക്കും അഹരോനും വിരോധമായി ഉടനെ തിരിഞ്ഞു. അടുത്തത് സഭ ഒക്കെയും അവരോട് മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നല്ല പ്രത്യാശ. ഇറങ്ങിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? ഇപ്പൊ പറയുന്നതന്നെ അവിടെ വെച്ച് ആകുകാരനെ. അടുത്തത് അല്ലെങ്കിൽ ഈ മരുഭൂമിയാണെങ്കിലും വലിയ തിരക്കേടില്ല. അടുത്തത് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയുണ്ട്? നല്ല പ്രത്യാശയും വിശ്വാസമാണ്. അവിടെ വെച്ച് യാകുകാരനെ നല്ലതായിരുന്നു, പോട്ടെ, ഒത്തില്ല. ഇവിടെ വെച്ചെങ്കിലും യാകുകാരനെ പിന്നെ കുഴപ്പമില്ല. പക്ഷെ വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. അടുത്ത വാക്യം ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഭാര്യമാരും പിള്ളേരും അല്ല. എന്ത് താല്പര്യം ആ ഭാര്യയോടും പിള്ളേരോടും? പിള്ളേരെല്ലാം കൊള്ളയാകുമെന്ന് ഇത് സ്വർഗം കേട്ടു. അപ്പൊ ഇടയ്ക്ക് കയറി പറയാം, സ്വർഗം കേട്ടേക്ക് സ്വർഗം പറഞ്ഞു കൊള്ളയാകുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം അങ്ങ് ചെല്ലും, നീ ഒരെണ്ണം കയറുക. കൊള്ളയായി പോകുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം അങ്ങ് ചെല്ലും, നീ ഒരെണ്ണം. വാക്യം വായിച്ചേ, വചനത്തിൽ നിന്ന് തരാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 38 എടുത്തേ. കനാന്റെ നാട്ടിൽ പോകുന്ന ലിസ്റ്റ്. നിന്റെ ശുശ്രൂഷകനായ നൂന്റെ മകൻ യോശുവയെ അവിടെ ചെല്ലും. അവനെ ധൈര്യപ്പെടുത്തുക. അവനാകുന്നു ഇസ്രായേലിന് അത് കൈവശമാക്കി കൊടുക്കേണ്ടത്. അടുത്തത് കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും. എങ്ങനുണ്ട്? സംഖ്യാപുസ്തകം 14 പറഞ്ഞു പിള്ളേരെല്ലാം കൊള്ളയാകും. ദൈവം കേട്ടേച്ച് പറഞ്ഞു എടാ കൊള്ളയാകുമെന്ന് പറഞ്ഞ പിള്ളേരല്ല. നാളൊരാൾ വായിച്ചു വന്നു കുഞ്ഞുകുട്ടി അങ്ങ് ചെല്ലുവെന്ന്. കാരണം അവിടെ കുഞ്ഞു കുട്ടികളെന്നാ, പുള്ളിക്ക് അത്ര തിട്ടമായില്ല. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? കുഞ്ഞുകുട്ടി അറിയാച്ചാൻ കണ്ടില്ലായിരിക്കും. കുഞ്ഞുകുട്ടി എന്നാ എഴുതിയേക്കുന്നത്. തപ്പി ഊപ്പാട് വരും. സംഖ്യാപുസ്തകം 14 കുഞ്ഞുകുട്ടിയുടെ കാര്യം. 14 ആവർത്തനം 1:38. ആവർത്തനം 1 ഇവര് പറഞ്ഞു പിള്ളേരെങ്ങ് ചെല്ലുകയല്ലെന്ന്. ആവർത്തനം 1:38 പറഞ്ഞത് നിന്റെ ശുശ്രൂഷകനാകുന്ന നൂന്റെ മകൻ യോശുവ അവിടെ ചെല്ലും, അവനെ ധൈര്യപ്പെടുത്തുക, അവനാകുന്ന ദേശം അവർക്ക് കൈവശമാക്കി കൊടുക്കേണ്ടത്. കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടി പറഞ്ഞ കുഞ്ഞുകുട്ടി ചെല്ലുവെന്ന്. അപ്പൊ സംഖ്യാപുസ്തകം 14 പറഞ്ഞു മക്കള് കൊള്ളയാകുമെന്ന്. ഇത് സ്വർഗം കേട്ടേച്ച് പറഞ്ഞു കൊള്ളയാകുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം അങ്ങ് ചെല്ലും, നീ ഒരെണ്ണം അവിടെ. അതുകൊണ്ടാ സങ്കീർത്തനത്തിൽ പറഞ്ഞത് 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് 95-10 95-10. നിങ്ങൾ ചിലര് വചനം ആസ്വദിക്കുന്നതുകൊണ്ടാണ് ഞാൻ വചനത്തിന്റെ ആ ഭാഗത്തേക്ക് പോകുന്നത്. 95-10 പെട്ടെന്ന് 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ട്, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. എബ്രായർ 3:8 വായിച്ചു ചേർത്ത്. ഇനി ആ ഇൻവെർട്ടർ കോമയ്ക്കകത്തിരിക്കുന്നത് വായിച്ചേ.
40 ആണ്ട് എനിക്ക് ആ തലമുറയോട് ആയിര് ആ അടുത്തത് ഈ 2 വാക്യത്തിൽ ഒരു പ്രധാന വിഷയം എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോ? തൊണ്ണൂറ്റഞ്ചിന്റെ 10 വായിച്ചേ. ആ തെറ്റിപ്പോകുന്ന ഹൃദയം. എബ്രായലേഖനത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നേ, നന്നായിട്ട് വായിക്കേ. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുക. 95ന്റെ 10 തെറ്റിപ്പോകുന്ന ഹൃദയം എന്നാ പൗലോസ് കുറച്ചുകൂടെ ക്ലിയർ ആക്കി. എങ്ങനാ? എപ്പോഴും തെറ്റിപ്പോകുക. അബദ്ധവശാൽ വന്നാൽ കുഴപ്പമില്ല, കുഴപ്പമാ, ദൈവം അത് പൊറുക്കും. എപ്പോഴും തെറ്റിപ്പോയാലോ? സ്തോത്രം. 40 ആണ്ട്. അതുകൊണ്ട് വേറൊരു വാക്യമുണ്ട്, ഇവരിവിടെ കിടക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ 11 ദിവസം കൊണ്ട് നടന്നു തീരേണ്ട വഴി 40 കൊല്ലം എടുക്കും. ഈ സത്യം നിറവേറ്റണം. നിങ്ങൾ ആവർത്തനം 2ന്റെ 13 ഒന്ന് വായിച്ചു. ആവർത്തനം 2ന്റെ 13 മുതൽ. ശരേത് തോട് കടപ്പെട്ട് കൽപ്പിച്ചതുപോലെ നാം കാദേശ് വന്നിങ്ങനെ പുറപ്പെട്ട നമ്മൾ ശരേത് തോട് കടക്കം വരികയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോനാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ ഇവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന്, എനിക്കത് പറയാൻ പേടിയാ, പക്ഷെ എഴുതിയിരിക്കുന്നോണ്ട് വായിക്കാതെ പറയാതെ ഇരിക്കാനൊക്കെ ഇതിന് മുടിഞ്ഞു പോയെന്നാ. അടുത്ത് ഒന്നുകൂടെ ഉണ്ട് മുടിഞ്ഞെന്നാ, മുടിഞ്ഞു തീരുന്നത് വരെ അവർക്ക് വിരോധമായിരുന്നു. ദൈവം പദ്ധതി കിട്ടി ഇവനെ എല്ലാം മുടിക്കും. മുടിക്കാൻ കാര്യം, പാലും തേനും ഒഴുകുന്ന ദേശം കണ്ടേച്ച് ഇവിടെ വന്ന് അവിശ്വാസത്തിന്റെ നിരാശയുടെ പദമാ പറഞ്ഞു. ജനത്തിന്റെ മനസ്സിനെ ഉരുക്കി ഉള്ള വിശ്വാസം കുടിമാര് തകർത്തു. അതുകൊണ്ട് തമ്പുരാൻ സ്വർഗം ഒരു സത്യം ചെയ്തു, ഇവനെ ഒരെണ്ണത്തിനെ അങ്ങോട്ട് കേറ്റുകയല്ല. അതിനായി 40 കൊല്ലം വിട്ട് കറക്കിയത്. ഈ 40 കൊല്ലം കൊണ്ട് യോനാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ വെച്ച് കാലം ചെയ്തെന്നുമല്ല, നാട് നീങ്ങിയെന്നുമല്ല, തീപ്പെട്ടെന്നുമല്ല, നിദ്ര പ്രാപിച്ചെന്നുമല്ല, വിശ്വാസത്തിൽ മരിച്ചെന്നുമല്ല. പിന്നെ എങ്ങനെ എഴുതിയേക്കണേ? മുടിഞ്ഞു പോയെന്ന. ഈ വാക്യമൊക്കെ വലിയ ഭയാനകമാണ്. മുടിഞ്ഞു പോയെന്ന. പിതാക്കന്മാരോട് ചേർന്നെന്നൊക്കെ ആ പുസ്തകത്തിലെ വാക്യം. യഹോവയുടെ ദാസനാകുന്ന മോശ അവിടെ വെച്ച് യഹോവയുടെ വചനപ്രകാരം മരിച്ചു. എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തിൽ മരിച്ചു. വെളിപ്പാടിൽ കർത്താവിൽ ഭക്തന്മാരുടെ മരണം. ഇങ്ങനെയൊക്കെയുള്ള പദമാണ് ഇവിടെ വായിക്കുന്ന മുടിഞ്ഞു പോയെന്ന. എന്റെ പ്രിയരെ, ഞാനും നിങ്ങൾ നമുക്കുള്ളവരാരും മുടിഞ്ഞു പോകരുത്. ഇവിടെ അധികം ഒന്നും നേടാനും സമ്പാദിക്കാനും ഒത്തില്ലെങ്കിലും എല്ലാവരും അങ്ങ് കാണണം. എല്ലാവരും അങ്ങ് കാണണം. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും വഴികളെ അറിഞ്ഞിട്ടില്ലാത്തെന്ന് പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് എന്ന് പറഞ്ഞാൽ, ഇവര് കമ്മിറ്റിക്കാരെ തെരഞ്ഞെടുത്ത് 12 പേരെ തെരഞ്ഞെടുക്കാതെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകാതിരിക്കായിരുന്നു അങ്ങ് ചെന്നേന്. ദൈവം പറഞ്ഞ ദൈവഗത പ്രകാരം ഇവര് കൗൺസിൽ കൂടി 12 എണ്ണത്തിനെ തെരഞ്ഞെടുക്കാതെ ദൈവം പറഞ്ഞ ആലോചനയ്ക്ക് വഴിപ്പെട്ട് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇവർക്ക് മുമ്പായി ദൂതനെ വിട്ട് ദുർഘടം മാറ്റി ദേശം ഇവർക്ക് കൊടുത്തേനം. ഇവര് ദൈവാലോചനയെ അവഗണിച്ചുകൊണ്ട് ഇവരുടെ ആലോചന പ്രകാരം 12 എണ്ണം തെരഞ്ഞെടുത്തു. അതിൽ 10 എണ്ണം പരാജയത്തിന്റെയും അവിശ്വാസത്തിന്റെയും വാക്കുകൾ ഉച്ചരിച്ച് ജനത്തിന്റെ ഹൃദയത്തെ കലക്കി ഉരുക്കി ആകെ കുഴഞ്ഞത് കൊണ്ട് മുഴുവൻ എണ്ണത്തിനെ മരുഭൂമിയിൽ തകർത്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളുമൊക്കെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. കൂട്ടുവിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നും പറയരുത്. കൂട്ടുവിശ്വാസികളുടെ വിശ്വാസത്തിനും പ്രതിഷ്ഠയ്ക്കും പ്രത്യാശത്തിനും ഭംഗം വരുന്ന ഒരു വാചകവും നമ്മുടെ വായിൽ നിന്ന് വരരുത്. വന്നാൽ അങ്ങ് ചെല്ലുകയില്ല. പ്രൈസ് ദി ലോർഡ്.
കേൾക്കുന്നവർക്ക് ആത്മീക വർധന. ഒരു സാക്ഷ്യം പറയുമ്പോൾ അവനെ ഉത്സാഹിപ്പിക്കണം. അവിശ്വാസത്തിന്, നിരാശയുടെ ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് വരരുത്. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ഇനിയും ധാരാളം കാര്യമുണ്ട്. ഒരു കാര്യം കൂടെ പറയാനേ നേരമുള്ളൂ. കൂടെ പറഞ്ഞേച്ചങ്ങ് പോകാം, പുറത്തോട്ട് പോകണമല്ലോ. വചനത്തിൽ നിന്ന് നമ്മുടെ ചിന്ത ഇതാ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം പ്രാർത്ഥിച്ചും പിടിച്ചും ഒക്കെ നമ്മുടെ ഇഷ്ടം ദൈവത്തിന് ഇഷ്ടമാക്കി നമ്മൾ അതിലൊന്നായത്. അങ്ങനെ തീർത്തുകൊണ്ട് ഗുണം വല്ലതും വന്നോ? 2 എണ്ണം ഒഴികെ ബാക്കി മുഴുവൻ പട്ടു. പിടിച്ചു മേടിച്ചതാ മുഴുവൻ എണ്ണവും പട്ടു. പ്രിയരെ, ഒന്നും പിടിച്ചു മേടിക്കരുത്. പ്രാർത്ഥിക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോ പ്രയാസം വരും. പ്രാർത്ഥിക്കുമ്പോ ഇതാ വ്യവസ്ഥ: കർത്താവേ, അങ്ങേക്ക് ഹിതമാണെങ്കിൽ, അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അവിടെ ഹിതമാണെങ്കിൽ അത് മതിയെന്ന്. ചില പറഞ്ഞ് ഞങ്ങൾ പിടിച്ചു മേടിച്ചു. അതിന് അവര് എടുക്കുന്നത് യാക്കോബ് പിന്നെ കുത്തിപിടിച്ചല്ലോ. TPM-കാരൊരു പാട്ടും പാടും: എന്നെ അനുഗ്രഹിക്ക ദയവായി ഇപ്പോൾ, എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്നു നിന്നെ വിടുകയില്ല. പാടുന്നില്ല. ഒന്ന് പിടിച്ചു മേടിക്കരുത് അവിടുത്തെ ഹിതം. ഒരു കാര്യം ഇവിടെ വചനത്തിൽ നിന്ന് തരാം. വചനത്തിൽ നിന്ന് ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ഈ 38-ന്റെ 1 വായിച്ചേ. അറിവുള്ള വാക്യമാ വായിച്ചേ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഹിസ്കിയാവിനോട് പ്രവാചകൻ വന്ന് പറഞ്ഞു, മരിച്ചു പോകും, സൗഖ്യമാകില്ല. ഗൃഹകാര്യം ഇതായിരുന്നു ദൈവഹിതം. എല്ലാരും മരിക്കുമല്ലോ, ആരാ മരിക്കാത്ത? സമയമാകുമ്പോ എല്ലാരും ഈ ലോകത്തിൽ നിന്ന് കർത്താവിന്റെ വരവ് താമസിച്ചാൽ, വരവാണെങ്കിൽ എല്ലാവരും എടുക്കപ്പെടണം. അതാ നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥന. മരിക്കും. അപ്പൊ ഹിസ്കിയാവിനോട് വന്ന് യെശയ്യാ പറഞ്ഞു, മരിക്കും, സൗഖ്യമാകുകയില്ല, ഗൃഹകാര്യം വന്ന്. അപ്പൊ ഹിസ്കിയാവ് ചുവരോട് മുഖം മുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ഇതൊക്കെ ഒന്ന് ഓർക്കണം. പുള്ളി നമ്മുടെ ഭാഷയാ വിധിച്ചു വെച്ചൊരു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു. നടുമിറ്റത്ത് പോയ യെശയ്യാ പ്രവാചകൻ തിരിച്ചു വന്ന് പറഞ്ഞു, 15 തന്നു. എന്നുവെച്ച് പറഞ്ഞ് അത്തിപ്പഴക്കട്ട കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് പരുവില് പുരട്ടി പുള്ളി സൗഖ്യമായി. ആലയത്തിൽ ചെന്നു. സഭായത്തിന് പുള്ളി സാക്ഷ്യമൊക്കെ പറഞ്ഞു. നമ്മുടെ രീതിയിലാണെങ്കിൽ പാട്ടുമൊക്കെ പാടി ഹിസ്കിയാവ് എഴുന്നേറ്റ് കാണാനാ സാധ്യത തന്നെ. എന്റെ ചിന്ത ഏത് പാട്ടാന്നായിരിക്കും? ഏത് പാട്ടായിരിക്കും സാധാരണ? പഴയ പാട്ടുകളാണെങ്കിൽ ചിലപ്പോ ഇത് പാടാൻ സാധ്യത ഉണ്ടായിരിക്കാം. മരണത്തിൻ തരുണങ്ങൾ പലതുവാ മരണദൂതനരികു ഞാൻ ദുരിതമോടെ, ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നതും കണ്ടു വീണ്ടും അരുമനാഥനെ അൻപിതോ യേശുനായക തമ്മിതോ ഏഴക്കായി നിൻ ജീവൻ. അപ്പൊ ഈ പാട്ടുമൊക്കെ പാടി ഹിസ്കിയാവ് സാക്ഷി പറയാൻ സാധ്യതയുണ്ട്. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ ദിവസം മരിച്ചു പോകത്തക്ക വിധത്തിൽ വളരെ ഭാരപ്പെട്ടു. പ്രവാചകൻ വന്ന് ദൂതും പറഞ്ഞു, എല്ലാം ക്രമീകരിച്ച് പെട്ടി മേടിച്ചു, പാട്ടുകാരെ നിരണരാജനെയും വിളിച്ചു എന്നൊക്കെ. സാധാരണ അങ്ങനെ കലയപുരത്ത് ജോസാമത്തിന് എല്ലാം ഉണ്ട്. ആംബുലൻസും കയറ് വരെ ഉണ്ട്. കുഴിലോട്ടൊക്കെ ഹൗസിന്റെ കയറും ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങള് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇപ്പൊ എടുക്കാൻ ഒക്കത്തില്ല, ഇപ്പം വരികയല്ല, അങ്ങനെയൊക്കെ ആയിരിക്കും.
ദൈവം പ്രാർത്ഥന കേട്ടു 15 വർഷം. പക്ഷേ ആ 15 കൊല്ലം കിട്ടിയത് കൊണ്ട് ഗുണമല്ല വന്നത്, രാജ്യത്തിന് വരെ ദോഷമാ വന്നത്. ആ 15 കൊല്ലത്തിലെ 2-ാമത്തെ വർഷം അവർ ചെറുക്കൻ ജനിച്ചു, മനേശെ. ഇതുപോലെ ഒരു മെനക്കേട് കിടക്കാൻ മനേശെ. അവന്റെ പേര് തന്നെ പറയുമ്പോ നമ്മൾ പറയേ, എന്ത് ദോഷം ഒപ്പിച്ചെന്നറിയാമോ? ഈ ദൈവത്തിന്റെ ഹിതത്തിന് നമ്മളെ ഏൽപ്പിക്കണം. ഞാൻ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം. എല്ലാം പറയാൻ എല്ലാ ഭാഗത്തേക്കും പോകാൻ നേരമില്ല. നിങ്ങൾ ചിലരെ ഞാൻ വീക്ഷിക്കുന്നുണ്ട്, നന്നായിട്ട് നിങ്ങൾ വചനം ആസ്വദിക്കുന്നു ചിലര്, എനിക്ക് സന്തോഷമാണ്. അപ്പം ഇതിനിടയ്ക്ക് ഈ മരിക്കാൻ കാരണം ഈ ഇതിന് മുഖാന്തരമുണ്ട്. അവിടെ ഒരു പദം പറഞ്ഞു, ഗൃഹകാര്യം ക്രമത്തിലാക്കണം. ഇതിന് തെളിവെന്നാ? അപ്പൊ അവിടെ ഒരു പദം പറഞ്ഞു, ആകാശിന്റെ കടികാരം. 8 വായിച്ചേ. ആകാശിന്റെ കടികാരം. ഇങ്ങോട്ട് നോക്കിയേ, ആകാശിന്റെ കടികാരം. ആകാശിന്റെ കടികാരം. നമ്മൾ ഇരിക്കുകയും ചെയ്യും, എനിക്ക് പോക്ക് നടക്കുകയല്ല. ആകാശ കടികാരം. അതെ, ആകാശ ആരാ? ആകാശ ആരാ? ആകാശല്ല തന്നെ വേറെ. ഈ ഹിസ്കിയാവിന്റെ അപ്പനാണ് ആകാശ്. ആകാശിന്റെ അപ്പനാണ് യോദാം. യോദാമിന്റെ അപ്പനാണ് ഉസിയാവ്. ഹിസ്കിയാവിന്റെ മകനാണ് മനേശെ. അപ്പോൾ ഉസിയാവിന്റെ മകനാകുന്ന, യോദാമിന്റെ മകനാകുന്ന, ആകാശിന്റെ മകനാകുന്ന, ഹിസ്കിയാവിന്റെ മകനാകുന്ന മനേശ. 5 തലമുറ. ഇത് മണിക്കൂറുകൾ നിന്ന് പ്രസംഗിക്കേണ്ട വിഷയമെങ്കിൽ അതിലെ പ്രധാന ഭാഗം പറഞ്ഞങ്ങ് വിടാം. അധ്യായം മൊത്തം വായിക്കാണ് ഇരുന്നത്. മോനെ, നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. അല്ലു ആണ്. അല്ലു ഓടങ്ങാൻ ഇരിപ്പുണ്ടായിരുന്നു, പോയോ? അവളെന്നോട് പറഞ്ഞു, നാളെ വരുമ്പം പാൻറ്റും ടീഷർട്ടും പിന്നെന്തോ അറിയാച്ച പറഞ്ഞ ആരാ പറഞ്ഞു? ഇല്ലേ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നാളെ വരുമ്പോ ഇങ്ങനെ വരരുത്, പാൻറ്റും ടീഷർട്ടും സോക്സ് ഇട്ടോണ്ടേ വരാവണം. അവക്ക് ഇതെല്ലാം കണ്ടപ്പോ ഒരു നാണക്കേട്. ഈ മെനക്കേട് കേസ് എവിടുന്നാ വന്നെന്ന്. അപ്പൊ ആകാശിന്റെ കടികാരം, അത് പറഞ്ഞു നിർത്താം. എന്തുവാ ഈ ആകാശിന്റെ കടികാരം? അത് ചരിത്ര സംഭവമാണ്. ഹിസ്കിയാവിന്റെ പിതാവായിരുന്നു ആകാശ്. ഇവനൊരു ഗുണമുള്ള അപ്പനല്ല. ഇവരുടെ പാരമ്പര്യമാണ്. ഉസിയാവ് പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കിയവനാ. അല്ലെ? 26:16 വായിച്ച. 26:16 ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26:16. പെട്ടെന്ന് അവൻ ബലവാനായപ്പോൾ, ഉസിയാവിന്റെ കാര്യം, ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് ഇവനെ ഗർഭിച്ച് നിങ്ങളിച്ചു. അടുത്തത്, അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത്. അടുത്തത്, ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. എങ്ങനെയുണ്ട്? പള്ളിക്കകത്ത് അവൻ കയറി. അസര്യാ പുരോഹിതന് ശേഷമുള്ള പുരോഹിതന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഉസിയാവെ ധൂപം കാട്ടുന്നത് വിഹിതമല്ല, ഇത് പുരോഹിതന്മാരെ ഏൽപ്പിച്ചതാ, നീ കയറി ചെയ്യരുത്. ഇവൻ കസർത്തി കാട്ടി ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ. 19 ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് അപ്പൊ പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി, വേറെ പുസ്തകം പിടിച്ചോണ്ട്. അതാണ് ഗ്രാൻഡ് ഫാദർ. പുള്ളിയുടെ മകനുണ്ട് യോദാം. 27:1
യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ ഓടിച്ചു വായിര്. അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശായ പേര്. അവൻ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെ യഹോവയ്ക്ക് പ്രസാദമുള്ള ചെയ്തു എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. അപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി മോൻ പള്ളിയിലോട്ട് കയറുന്നില്ല. നല്ല ഫാമിലി. അപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി വേറെ പുസ്തകം പിടിച്ചോണ്ട് ചെറുക്കൻ വേറെ പുസ്തകമായിട്ട് പള്ളിയിലോട്ട് വരുന്നേ ഇല്ല. പള്ളിയുടെ അവിടെ വരുമ്പം അവൻ 75 വിടും ബൈക്ക്. ഇനി ഇവനൊരു മകനുണ്ടായിരുന്നു ആകാശ്. 28ന്റെ 24. മൈക്കൂടെ വായിരും, മൈക്കൂടെ എല്ലാരും കേക്കട്ടെ. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ തുടച്ചെന്നല്ലോ, ഉടച്ച് തുടക്കിയായിരുന്നേ ഗുണം വന്നേനെ. പൊടിയൊക്കെ ഇരിക്കുകയല്ലേ, തുടക്കിയല്ലോ, ഉടക്കുക. യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു പള്ളി പൂട്ടി. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി മോൻ പള്ളി കയറത്തില്ല. കൊച്ചുമോകൻ പള്ളി പൂട്ടി അടച്ചു കളഞ്ഞു. നമ്മൾ പറയും ഞങ്ങൾ അരിസ്റ്റോക്രാറ്റ് ഫാമിലിയാണ്. നല്ല ഫാമിലി, എന്ത് നല്ല ഫാമിലി. സ്തോത്രം. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി മോൻ പള്ളിക്കകത്ത് കയറുകയില്ല. കൊച്ചുമോകൻ പള്ളി പൂട്ടി. ഈ കൊച്ചുമകന്റെ മകനാണ് ഹിസ്കിയാവ്. ആ ഹിസ്കിയാവിന് ആ മരിക്കത്തക്ക രോഗം പിടിച്ചത്. അന്നേരം യെശയ്യാവ് എന്ന് പറഞ്ഞത് ത്യാഗം സൗഖ്യമാകുകയില്ല. അപ്പൊ ഇയാള് മോഹൻ ചോരോട് ചേർത്ത് പിടിച്ചൊരു പ്രാർത്ഥിച്ചപ്പോ തമ്പുരാൻ പറഞ്ഞ് 2 കാര്യം. ഒന്ന്, ആകാശിന്റെ ഘടികാരം നിന്റെ അപ്പന്റെ സമയക്രമീകരണം. 2, വീട്ടിൽ ചില കാര്യങ്ങൾ ക്രമീകരണവും വരുത്തണം. അപ്പൊ ഇത് ആകാശിന്റെ ഘടികാരം എന്ന് അത് പറയാനേ നേരമുള്ളൂ. ആകാശിന്റെ ഘടികാരം. ഈ ആകാശ് അശ്ശൂർ രാജാവുമായിട്ട് പോയി സംബന്ധം പറഞ്ഞ അടുപ്പം കൂടി. ബിസിനസ്. ദൈവാലയത്തിലെ ഭൗതിക നന്മകളെല്ലാം എടുത്ത് അശ്ശൂർ രാജാവിന് കപ്പം കൊടുത്തു. പുള്ളിയായിട്ടൊരു ഉടമ്പടി എല്ലാം ചെയ്ത് നമ്മുടെ ആൾക്കാർ സ്വോത്രകാഴ്ച എടുത്തല്ലേ വക്കീലിനും ഗുണ്ടകൾക്കും കൊടുക്കുന്നേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 2, 3 ആവർത്തി കൺവെൻഷനൊക്കെ എല്ലാരും ഇതുപോലെ പച്ചപരമാർത്ഥികള്. പാത്രം കഴുകാൻ പോകുന്ന ചില സ്ത്രീകൾ അടുക്കള ജോലി ചെയ്യുന്നവരുണ്ട്. അതിൽ നിന്ന് കിട്ടുന്നതാ കൊണ്ട് അർപ്പിക്കുന്നത്. റബ്ബർ വെട്ടാൻ പോകുന്നവരുണ്ട്. ഈ ചൂടത്ത് റോഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി കൂടെ വേലയും ജോലിയും ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു നിശ്ചിത വരുമാനം അവരുടെ ഒരു ഭാഗമാ ഈ കർത്താവിന്റെ മേശയിൽ അർപ്പിക്കുന്നത്. അതെടുത്ത് അശ്ശൂർ രാജാക്കന്മാർക്ക് കൊടുക്കുകയും ഗുണ്ടകൾക്കും രാഷ്ട്രീയക്കാർക്കും ഉണ്ടല്ലോ മട്ടാഞ്ചേരിയിൽ നിന്ന് ഇറങ്ങുന്ന പിള്ളേർക്കും, പിന്നെ വേറൊരു സ്ഥലമുണ്ടല്ലോ തിരുവനന്തപുരത്ത്, ചെങ്കൽച്ചൂള. സ്ഥലമൊന്നും പറയുന്നില്ല. ഞാനൊരു യാത്ര യോഗം കഴിഞ്ഞ് വന്നപ്പം 2 പേര് അവിടെ നിൽക്കുന്നു. എന്നെ ഇവിടെ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതാണ്. അതിനാ ഒരാഴ്ചത്തേക്ക് കൺവെൻഷൻ. നിങ്ങൾ ഏത് സഭയില്? ഞങ്ങൾ സഭയിലൊന്നും അല്ല. പറഞ്ഞു വേറെ കുറച്ച് പേര് അപ്പുറം ഉണ്ടെന്ന്. മനസ്സിലായില്ലെങ്കിൽ ക്ലിയർ ആക്കി തരാം. എന്നെ പൊട്ടം കളിപ്പിക്കരുത്. സാധുക്കളാകുന്ന ദൈവമക്കൾക്ക് ലഭിക്കുന്ന നന്മയായത്. ഇത് ആ വിധത്തിൽ ചെലവാക്കാനുള്ളതല്ല. നമുക്ക് ആ വിഷയം എടുക്കണ്ട, വിട്ടേക്കാം. ഇവൻ അശ്ശൂർ രാജാവുമായിട്ട് സംബന്ധം കൂടി ബിസിനസ് നടത്തി. തിക്കളത്ത് വിലേസർ അങ്ങനെ ഈ ശത്രുരാജ്യം നിഗ്രഹിക്കാൻ വന്നപ്പോ ഈ ആകാശ് തിക്കളത്ത് വിലേസറിനെ കാണാൻ ദമ്മേശക്കിലോട്ട് പോയി. ദമ്മേശക്ക് ചെന്നപ്പോൾ ജാതികളുടെ നാടാ. ദമ്മേശക്കിൽ ഒരു വലിയ യാഗപീഠം ഇരിക്കുന്നു. കാഴ്ചക്ക് അല്പം വലിപ്പം ഒരു യാഗപീഠം. അപ്പൊ ഇവന് ഇത് കൊള്ളാമല്ലോ, നല്ല യാഗം. ഞങ്ങളുടെ ഇവിടുത്തെ ഇത്രയും വലിപ്പമൊന്നും ഇല്ല, പഴയതാണല്ലോ, ഓൾഡ്.
ഇത് ന്യൂ ജനറേഷൻ കൊള്ളാമല്ലോ. ന്യൂ ജനറേഷൻ കാച്ചട്ട ഇട്ടുകൊണ്ട് വന്നാലും കർത്തമേശ കൊടുക്കാമല്ലോ. ഒന്ന് മനസ്സിലാകുന്നില്ലല്ലോ. കറുത്ത ഒരു ടീഷർട്ടും മുട്ടിന് മേളിലുള്ളൊരു നിക്കറെന്നല്ല വരുന്നതിന് ബർമൂഡ, ഏതേലും ആയിക്കോട്ടെ. ഇപ്പൊ ആശ്വസിക്കുന്ന അത്രയിലും ഉണ്ടല്ലോ എന്നാ. കുറച്ചു നാൾ കഴിഞ്ഞാൽ ഇനി അതും ഈ രീതിയിലാ പോകുന്നെങ്കിൽ. അപ്പൊ കാഴ്ചക്ക് അല്പം വലിപ്പമാ, കാണാൻ നല്ല രസമാ, ഇമ്പമുള്ളതാ. അപ്പൊ ഇവരെ ഈ ആകപടം കണ്ടപ്പോഴത് കൊള്ളാമല്ലോ. ഇവൻ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പില് ഇപ്പോഴത്തെ രീതി വെച്ചാ ഇവരുടെ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു. ഊരിയ പാസ്റ്റർ. ഇവൻ പാസ്റ്ററെ വിളിച്ചു, ഹലോ പാസ്റ്ററെ. പാസ്റ്റർ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് ബ്രദർ. പാസ്റ്റർ സൗഖ്യമായിട്ടിരിക്കുന്നല്ലോ. കൃപയാല്. പിന്നെ ഞാനിപ്പം വാട്സപ്പ് ഒന്ന് നോക്കണം, ഒരു സാധനം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. എന്തുവാ ബ്രദറെ? പാസ്റ്റർ നോക്ക്. അപ്പൊ സ്ക്രീൻ പാസ്റ്റർ ചോദിച്ചു, ബ്രദറെ ഇത് പുതിയ യാഗപീഠമായി, ന്യൂ ജനറേഷൻ. ഒരു കാര്യം ചെയ്യണം, ഞാനിപ്പോൾ ദമ്മേശേക്കിലുണ്ട്. ഞാൻ ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾക്ക് ഇവിടെ വന്നതാ. ഞാൻ തിരിച്ച് യെരൂശലേമിൽ വരുമ്പോൾ പാസ്റ്റർ സെയിം ഒരു യാഗപീഠം അവിടെ ഉണ്ടാക്കി വെച്ചേക്കണം. വെച്ചില്ലെങ്കിൽ ഊരിയ പാസ്റ്റർ പേടിച്ച് വിറച്ച് ഇവൻ വരുന്നതിന് മുന്നേ ഇവൻ അയച്ച മാതൃകയിൽ ഒരു യാഗപീഠം മുഴുത്തതൊരെണ്ണം പണിത് കൊണ്ടുവച്ചേച്ച് ദൈവം തമ്പുരാൻ വ്യവസ്ഥ പ്രകാരം പറഞ്ഞ യാഗപീഠം അവിടുന്ന് ഇളക്കി അവിടുന്ന് മാറ്റി വെച്ച് യവന്റെ യാഗപീഠം ആലയത്തിൽ കൊണ്ട് സ്ഥാപിച്ചു. ഒരു വാക്യം വായിച്ചാൽ മാമേ, ഒത്തിരി ഉണ്ട് പറയാൻ. 16:10 ഏത് 16 രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16:10 ഇവിടെ ഉണ്ട് വായത്. അതെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിന്നെ ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസരിനെ വലിയ കുഴപ്പമില്ല, വായിച്ചോ. എതിരേൽപ്പാൻ ദമ്മേശേക്ക് ചെന്നു. അടുത്തത് ദമ്മേശേക്കിലെ ബലിപീഠം കണ്ടു. ഇത് ജാതികളുടെ ബലിപീഠമാ ദമ്മേശേക്കിലെ. ഇവൻ അത് കണ്ടു. കണ്ടേച്ച് ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമ ഒരു പകർപ്പ് വാട്സപ്പിൽ ഒരു ഫോട്ടോ, അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തു. അങ്ങോട്ട് വാട്സപ്പിൽ അയച്ചെന്ന്. അടുത്ത ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു. ആഹാസ് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് അയച്ച പ്രകാരമൊക്കെയും ആഹാസ് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് വരുമ്പോഴേക്ക് ഊരിയ പുരോഹിതൻ അത് പണിതിരുന്നു. എങ്ങനുണ്ട് എന്ന് പറഞ്ഞാൽ ആരാധനകളുടെ പ്രമാണം മാറ്റി. കാശ് കൂടും, സഭയ്ക്കകത്ത് ബിസിനസ്സുകാർ വരും, ചിലപ്പോ ഷെയ്ക്ക് വന്നെന്നിരിക്കും, ഒരുപക്ഷെ പ്രസിഡന്റും സഭയ്ക്കകത്ത് വന്നെന്നിരിക്കും. നീ ഇതിന് പ്രമാണത്തിന് മാറ്റം വരുത്തരുത്. മനസ്സിലാകുന്നുണ്ടോ? MLA ചിലപ്പോ സഭ വരും, MP വരും, വരട്ടെ. മുഖ്യമന്ത്രി ചിലപ്പം വന്നെന്നിരിക്കും, കേന്ദ്രമന്ത്രിമാര് വന്നെന്നിരിക്കും, പ്രധാനമന്ത്രിമാര് വന്നെന്നിരിക്കും, ഉന്നതന്മാര്, ഹൈക്കോടതിയിലെ ജഡ്ജി വന്നെന്നിരിക്കും, സുപ്രീം കോടതി ജഡ്ജി വന്നെന്നിരിക്കും, ലോക കോടതിയിൽ ചിലപ്പം സഭ വരും. പക്ഷേ ഇതിന് മാറ്റം പാടില്ല. അവിടെ ഇവിടെ ചെന്ന് കാണുന്നത് എടുത്തേച്ചേ. ഞാൻ പറഞ്ഞ സാവചാരി പിടികിട്ടുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. നമ്മൾ അവിടെ ഇവിടെ പലതും കാണും. അതൊന്നും സഭയ്ക്കകത്ത് കയറ്റരുത്. നമുക്ക് പ്രമാണമുണ്ട്. എന്താ പ്രമാണം? 28:1 വായിച്ച പുറപ്പാട്. പെട്ടെന്ന് വായിര്. 27:1 5 മുഴം നീളവും 5 മുഴം നീളവും 5 മുഴം വീതിയും 5 മുഴം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. 5 മുഴം നീളം 5 മുഴം
യാഗപീഠം സമചതുരവും 3 മുഴ ഉയരവുമായിരിക്കണം. അപ്പൊ 5 മുഴം നീളം, 5 മുഴം വീതി, 3 മുഴ ഉയരം, സമചതുരം. അടുത്തത് അതിന്റെ 4 കോണിലും കൊമ്പുണ്ടാക്കണം. പിന്നെ കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. പിന്നെ അത് താമ്രം കൊണ്ട് പൊതിയണം. ഇതിനാണ് താമ്രയാഗപീഠം എന്ന് പറയുന്നത്. 5 മുഴം നീളം, 5 മുഴം വീതി, 3 മുഴ ഉയരം, സമചതുരം, കതിരമരം, താമ്രം കൊണ്ട് പൊതിയുക. താമ്രയാഗ വളയം എല്ലാം എടുപ്പിക്കുന്നില്ല. 8-ാം വാക്യം വായിച്ചേ. പലക കൊണ്ട് പൊള്ളയായി അതുണ്ടാക്കണം. 8 പർവ്വതത്തിൽ വെച്ച് കാണിച്ച് തന്ന പ്രകാരം തന്നെ. അതാ പർവ്വതത്തിൽ വെച്ച് കാണിച്ച് തന്ന പ്രകാരം അങ്ങനെ പണിയാവൂ. പർവ്വതത്തിൽ വെച്ച് കാണിച്ച് തന്ന മാതൃക കൊണ്ടാ പണിയേണ്ടതും ആലയത്തിൽ വെക്കേണ്ടതും. അല്ലാതെ നീ ദമ്മേശക്ക് ചെല്ലുമ്പോ കാണുന്നത് ഇതിനകത്ത് കേറ്റരുത്. അവിടെ ചെന്നപ്പോ അത് കണ്ടു, ആ സഭ ചെന്നപ്പോ ഇന്നത് കണ്ടു, ആ രാജ്യത്ത് ചെന്നപ്പോ ഇന്നത് കണ്ടു. കൊള്ളാം, ഉടനെ അടിയന്തര കമ്മിറ്റി കൂടി കൊള്ളാം, കുട്ടി നമുക്ക് നമ്മുടെ സഭയിലൊന്ന്. അല്ല, ഏത് കാര്യം വെക്കുമ്പോഴും നോക്കണം പ്രമാണം ഉണ്ടോന്ന്. ഇവൻ യാഗപീഠം അകത്ത് കൊണ്ട് സ്ഥാപിച്ചു, ബാക്കിയൊന്നും പറയാൻ നേരമില്ല. അടിച്ചു പ്രമാണമെല്ലാം മാറ്റി വ്യവസ്ഥ തെറ്റിച്ചു. സ്തോത്രം. കാശും പുത്തനും ആളും ബഹളവും മേളവും ഓളവും യൂത്തും ഒക്കെ നല്ലതാ. ഇതിന് മാറ്റം വരുത്തരുത്. ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാണ്. ഒറിജിനൽ അവിടെ ഇരിപ്പുണ്ട്. ഇതിന് മാറ്റം വരുത്തിയാൽ ഇത് വെച്ചായിരിക്കും എന്നെ നിങ്ങളെ ന്യായം വിധിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഗൃഹകാര്യം ക്രമത്തിലാക്ക്. ആകാശന്റെ കടികാരം. നീ ആരാധനയ്ക്ക് ക്രമീകരണം വരുത്തിയില്ലേ? ആരാധന തെറ്റിച്ചില്ലേ? ഒത്തിരി വാക്യങ്ങളുണ്ടല്ലേ, എടുപ്പിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്ന എന്തല്ലേ. ഇവന് 2-3 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. 2 മിനിറ്റ് ഉണ്ടല്ലോ, ആ എടുത്ത അധ്യായത്തിൽ തന്നെ ഉണ്ടല്ലോ. 2 കാര്യം പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. അതിന് ഇപ്പോ ഒക്കുള്ളൂ. ദൈവത്തിന്റെ മകത്ത് എല്ലാ വാക്യവും വായിപ്പിക്കാൻ നേരമില്ല. 14-ാം വാക്യം വായിക്കും. 16-14. ഒന്ന് ഇവൻ നീക്കി. ഇനി എല്ലാം വായിക്കട്ടെ. 17-ാം വാക്യം. അഹാസ് രാജാവ് പീഠങ്ങളുടെ ചട്ടപ്പലക കണ്ടിട്ട് നല്ല കണ്ടിച്ച് ചട്ടപ്പലക കണ്ടിച്ചു. അപ്പൊ 1 നീക്കി, 2 ഇത് കണ്ടിച്ചു. ഇനി 17-ന്റെ വാക്യം വായിച്ചേ. താമരക്കടലിനെയും തൊട്ടിയാവയുടെ മേൽ നിന്ന് നീക്കി താമ്രക്കടലിനെയും അതിന്റെ കീഴിൽ നിന്ന് താമ്രക്കാളപ്പുറത്ത് നിന്ന് ഇറക്കി. കണ്ടിച്ചു, നീക്കി, ഇവനത് ഇറക്കി. എന്നിട്ട് ഇനി 18-ാം വാക്യം. ആലയത്തിങ്കൽ ഉണ്ടാക്കിയിരുന്ന ശബത്ത് താഴ്വരവും രാജാവ് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും അശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. എങ്ങനുണ്ട്? അശൂർ രാജാവിനെ വിചാരിച്ച് പ്രമാണമെല്ലാം മാറ്റിയെന്ന്. MLA MP യെയും ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും രാഷ്ട്രതലവന്മാരെയൊക്കെ ബഹുമാനിക്കണം. പക്ഷേ അവരെ വിചാരിച്ച് സഭയിൽ ഉന്നതന്മാര് കാണും, കാശുള്ളവരും ബിസിനസ്സുകാരും കഴിവുള്ളവരൊക്കെ കാണും. ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അവരെ വിചാരിച്ച് അവരുടെ വാക്ക് കേട്ട് അവരുടെ സമ്മർദ്ദം ചെലുത്തി പ്രമാണം മാറ്റരുത്. Praise the Lord. Praise the Lord. Praise the Lord. ഇതാ നമ്മുടെ പ്രമാണം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ബാക്കി ഇന്നിപ്പൊ പറയുന്നില്ലെങ്കിലും ഈ 3 ദിവസവും എനിക്ക് അവസരം തന്നതിന് ഒത്തിരി നന്ദി. സഭയായിട്ട് നന്ദി. കർത്തൃദാസനും സാമജായനും എല്ലാവർക്കും, എല്ലാ ദൈവദാസന്മാർക്കും, പരിപാസ്റ്റർ എല്ലാവർക്കും നന്ദി. വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് ദൈവഹിതത്തിന് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ഇഷ്ടമൊന്നുമല്ല, അവിടുത്തെ ഇഷ്ടം. നമ്മുടെ കർത്താവ് ഗദസമനി വെച്ച് പ്രാർത്ഥിച്ചപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ പാനപാത്രം ഒന്ന് നീക്കി തരണം. ഉടനെ ചേർത്ത് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല. അടുത്ത വാക്യം കൂടെ വായിച്ചു നിർത്തണം കേട്ടോ, വായിക്കണ്ട. ആ ദൈവഹിതത്തിന് സമർപ്പിച്ചപ്പോൾ ഇങ്ങനെ ആ വാക്യം, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി. ഞാനും നിങ്ങളും ദൈവഹിതത്തിന് ഏൽപ്പിച്ചാൽ
നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും, ശക്തിപ്പെടുത്തും, ദൂതനെ ഇറക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ